നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. സാധാരണ കേരളത്തിൽ ഏതെങ്കിലുമൊക്കെ പീഡന പരാതികൾ ഉയരുമ്പോൾ നമ്മൾ മെൻസ് അസോസിയേഷൻ്റെ ഇടപെടലുകൾ ശ്രദ്ധിക്കാറുണ്ട്. ബോബി ചെമ്മണ്ണൂരിൻ്റെയൊക്കെ കേസിൽ മെൻസ് അസോസിയേഷൻ സ്വയം വാർത്തെന്ന് തെരുവിലിറങ്ങിയിരുന്നു. രാഹുൽ പാങ്കൂട്ടം വിഷയം ഉയർന്നു വന്ന അന്നു മുതൽ പൊതുരംഗത്ത് സജീവമായുള്ള അഡ്വക്കേറ്റ് ദീപ ജോസഫ് ശക്തമായ ഫേസ്ബുക്ക് കുറിപ്പുകളുമായി രംഗത്തെത്താറുണ്ട്. ഇക്കഴിഞ്ഞ ദിവസം ദീപ ജോസഫിൻ്റെ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് ഏറെ വൈറലായിരുന്നു. ആ കുറിപ്പിൽ പല വെളിപ്പെടുത്തലുകളും അവർ നടത്തി. പിന്നീട് ദീപ ജോസഫ് 2 ദിവസം മിണ്ടാതിരുന്നു. ഇതിനിടയിൽ രാഹുൽ പാങ്കൂട്ടത്തിനെതിരെയുള്ള കേസിൽ അപ്രതീക്ഷിതമായ ചില ട്വിസ്റ്റുകൾ. ഇന്നിതാ ദീപ ജോസഫിൻ്റെ ഒരു തുറന്നു പറച്ചിൽ. ഈ കുറിപ്പിൽ എന്തൊക്കെയോ ഉണ്ട്. ഈ കുറിപ്പിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ വിശദീകരണങ്ങളൊന്നും വേണ്ട. കാരണം കുറിപ്പിൽ പറയേണ്ടത് കൃത്യമായി ദീപ ജോസഫ് പറയുന്നുണ്ട്. അവരുടെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ്: പ്രിയ ചാനൽ, യൂട്യൂബ്, ബ്ലോഗർ, വ്ളോഗർ, പ്രിൻ്റഡ്, ദൃശ്യശ്രവ്യ മീഡിയ സുഹൃത്തുക്കൾ, നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് ഞാൻ ചുറ്റുപാടിലും നടക്കുന്ന സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ പ്രശ്നങ്ങളിൽ എൻ്റെ അഭിപ്രായം പറയാറുണ്ട്. എനിക്കറിയാവുന്ന സത്യങ്ങൾ പങ്കുവയ്ക്കാറുണ്ട്. എൻ്റെ കൺമുന്നിൽ വരുന്ന പല ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഞാനടങ്ങുന്ന ടീം പ്രവർത്തിക്കാറുണ്ട്. ജീവിച്ചിരിക്കുന്നവരെ മാത്രമല്ല, ആരോരുമില്ലാതെ മരിച്ചവരെയും ഈ കൈകൾ കൊണ്ട് ദഹിപ്പിച്ചിട്ടുണ്ട്. വീണവരെ എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. പരിക്കേറ്റവരെ ചികിത്സയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട്. അനാഥ പെൺകുട്ടികളെ സനാഥരാക്കി വിവാഹ ജീവിതത്തിലേക്ക് കൈപിടിച്ചു കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ കഴിയും പോലെ അവരനെ സ്നേഹിച്ചും സഹായിച്ചും ജീവിതം നയിക്കുന്നു. ചിലതൊക്കെ മീഡിയയിൽ വന്നിട്ടുണ്ട്, ചിലതൊക്കെ മനുഷ്യരുടെ മനസ്സിൽ പകർന്നിട്ടുണ്ട്. അക്കൂടെ ഞാൻ തിരഞ്ഞെടുത്ത പ്രൊഫഷൻ അതിലേറെ സന്തോഷത്തോടെ കൊണ്ടുപോകുന്നു. എൻ്റെ കുടുംബജീവിതവും സൗഹൃദങ്ങളും ബന്ധങ്ങളും മനോഹരമായി നയിക്കുന്നു. ആരുമില്ലാത്തവർക്ക് ആരെങ്കിലും ആകാനും നീതി കിട്ടാതെ വേദനിക്കുന്നവർക്ക് നീതി കിട്ടാനും ഒരു തണൽ മരമായി വർത്തിക്കുന്നു. ഞാൻ പറഞ്ഞു വെച്ചത്, എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാൻ ഒരു മൈക്കോ മീഡിയയോ ചാനലോ ആവശ്യമില്ല. എൻ്റെ FB വാൾ തന്നെ ധാരാളം. 2 ദിവസമായി ഞാൻ കാണാത്തതും കേൾക്കാത്തതുമായ ചാനലുകൾ ചർച്ചയ്ക്ക് വിളിക്കുന്നു, ബൈറ്റ് ചോദിക്കുന്നു. സത്യം പറയാമല്ലോ, എനിക്ക് സമയത്തിൻ്റെ കുറച്ച് പ്രശ്നമുണ്ട്. മീഡിയയോടുള്ള വിശ്വാസം അത്ര പോരാ. അതുകൊണ്ട് തന്നെ രാഹുൽ വിഷയത്തിൽ എന്നെ ചർച്ചയ്ക്കാരും ക്ഷണിക്കേണ്ടതില്ല. ശവം എവിടെയോ അവിടെ കഴുകന്മാരും എന്ന് പറയും പോലെ അവിഹിതം, അശ്ലീലം എന്നീ മേഖലയിൽ മീഡിയയുടെ താല്പര്യം അവർണ്ണനീയം. ഒരു സംസ്ഥാനത്തെ ബാധിക്കുന്ന ഏറ്റവും പ്രധാന വിഷയവും ഇമ്മാതിരിയുള്ള വിഷയമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് താല്പര്യമില്ല. ഇനി രാഹുൽ പാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിലാണെങ്കിൽ ഞാൻ പരസ്യമായി പറഞ്ഞ ആളല്ല പരാതിക്കാരി എന്ന് മനസ്സിലാക്കുന്നു. കാരണം ഞാൻ പറഞ്ഞ സ്ത്രീ വിവാഹിതയാണ്, ജേർണലിസ്റ്റാണ് താനും. ഇന്ന് ഈ നിമിഷം വരെയും വിവാഹമോചനം അവർ നടത്തിയിട്ടില്ല. അവരുടെ ഭർത്താവുമായി സംസാരിച്ചിട്ടുണ്ട്. അവർ 2024 ഓഗസ്റ്റ് മാസത്തിൽ ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചായിരുന്നു വിവാഹം കഴിച്ചത്. അതും 6 വർഷം നീണ്ട പ്രണയത്തിനൊടുവിൽ കടവും ലോണുമൊക്കെയായി സ്വന്തമായി ഏതാണ്ട് 20-25 ലക്ഷം മുടക്കി സ്വർണവും കല്യാണ ചെലവും മുടക്കി നടത്തിയ ആഡംബര കല്യാണം. ആദ്യം പ്രണയിനിയായി, പിന്നെ ഭാര്യയായി. ഇപ്പോൾ അവളാൽ വല്ലാതെ ചതിക്കപ്പെട്ട ഇരയാണ് ഭർത്താവ്. കഴിഞ്ഞ ജനുവരിയിൽ, മാർച്ചിൽ പോലും ഞാൻ പറയുന്ന സ്ത്രീ ഭർത്താവുമൊത്ത് പല പൊതുപരിപാടികളിലും പങ്കെടുത്തതിൻ്റെ തെളിവുകളുണ്ട്. ഏപ്രിൽ മാസത്തിൽ ഭർത്താവിൻ്റെ വീട്ടിൽ ഒരു ദിവസം രാവിലെ കടന്നു ചെന്നു. എവിടെയൊക്കെയോ നിരങ്ങി തളർന്നു ക്ഷീണിച്ച് ചെന്ന് അവളോട് ഹസ്ബൻഡ് എന്താ പതിവില്ലാതെ ഈ വഴിയെന്ന് ചോദിച്ചപ്പോൾ പാലക്കാട് വരെ വന്നതാ, അക്കൂടെ ഭർത്താവിനെ കാണാനുള്ള ഇഷ്ടം കൊണ്ട് വന്നതാണെന്നും പറയുന്നു. എന്നാൽ മീഡിയയിൽ വരുന്ന പരാതിക്കാരിക്ക് ഞാൻ പറയുന്ന ആളുമായി യാതൊരു ബന്ധവും കാണുന്നില്ല. ഇതിൽ കൂടുതൽ ഒന്നും പറയാനില്ലതാനും. എനിക്ക് ആള് മാറിപ്പോയി. കോടതിയിലുള്ള കേസല്ലേ, നീതിന്യായ വ്യവസ്ഥയുടെ ഭാഗമായി എനിക്ക് അതിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. ഒപ്പം വേട്ടക്കാരനെ അയാളുടെ പദവിയും സ്വഭാവ ഗുണങ്ങളും ഒന്നും നോക്കാതെ സ്ത്രീകളുടെ പരാതിയിന്മേൽ പരിഗണന കാണിക്കുന്ന ശ്രീ പിണറായി വിജയൻ നയിക്കുന്ന ലോ ആൻഡ് ഓർഡർ ഉള്ളപ്പോൾ പീഡകനായ മുൻ മുഖ്യമന്ത്രിയിൽ നിന്നും സരിതയ്ക്ക് നീതി മേടിച്ചു കൊടുത്ത ചരിത്രമുറങ്ങുന്ന മണ്ണാണ് നമ്മുടേത്. സ്വയം ഉരുക്കി ഒഴിക്കുന്ന MLA അടക്കം കുറ്റക്കാരനായി ശിക്ഷിക്കപ്പെട്ട നാടല്ലയോ നമ്മുടേത്. ബീഹാറിലാണേലും ബംഗാളിലാണേലും നമ്മൾ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കും. വേണ്ടി വന്നാൽ മക്കളെ കൊണ്ട് പീഡകരെ കെട്ടിക്കുകയും ചെയ്യുന്ന ഓമന നാട്. സ്വപ്നയ്ക്കും നീതി കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. അങ്ങനെയെങ്കിൽ അവിവാഹിതരെയും 3-4 ദിവസം മാത്രം ഭർത്താവിനൊപ്പം കഴിഞ്ഞ് ആ സുഖം ശരിക്കറിയാതെ പോയ യുവതികളെയും പിന്നെയും പീഡിപ്പിച്ചും അത് കഴിഞ്ഞ് പീഡിപ്പിച്ചു പ്രഗ്നൻ്റാക്കി പിന്നെയും ബലാത്സംഗം ചെയ്യുന്ന ഓരോ പീഡകരെയും വന്ധ്യീകരിക്കണം. അവരുടെ കുളം തോണ്ടണം. 4 ദിവസമെങ്കിലും ഒരുത്തിയെ കെട്ടിയ, എന്നിട്ട് പുതിയ മേച്ചിൽപ്പുറം തേടിപ്പോകുന്ന എല്ലാ അവളുമാരുടെയും കെട്ടിയോന്മാരെയും ഡിപ്രഷൻ കേന്ദ്രത്തിൽ അയച്ച് ചികിത്സ കൊടുക്കണം.
കാരണം അവരുടെ പണവും ചോരയും നീരും വലിച്ചെടുത്ത് കഴിഞ്ഞിട്ടാണല്ലോ കാനനച്ചോല തേടിയുള്ള പോക്ക്. NB ഇഷ്ടം തോന്നുന്ന പുരുഷനൊപ്പം ഒരിക്കൽ എങ്കിലും ഒന്ന് കിടക്കണം, അവൻ്റെ കുഞ്ഞിനെ ഉദരത്തിൽ വഹിക്കണം എന്നൊക്കെ തോന്നുന്ന ആരാൻ്റെ ഭാര്യയെ അവൾ വീട്ടിലെ പീഡനകഥയൊക്കെയായി ഓരോരുത്തന്മാരെ സമീപിക്കുമ്പോൾ ഒരു കയ്യേറ് ദൂരം പാലിക്കുന്നവൻ ഭാഗ്യവാൻ. കൂടെ കിടന്നുകൊണ്ട് ചാറ്റും വീഡിയോയും പിടിക്കും. തത്സമയം ചാനലുകൾക്ക് അയച്ചു കൊടുക്കാനും മടിയില്ലാത്ത നല്ല മനുഷ്യസ്നേഹികളാണവർ. പണ്ടൊക്കെ വീടിന് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ വീട്ടിലെ വല്യപ്പച്ചിമാർ പറയുമായിരുന്നു, മോളെ കാലം വല്ലാത്തതാ, അവനവനെ സൂക്ഷിക്കണമെന്ന്. ഇപ്പം ഇവരൊക്കെ മൺമറഞ്ഞു. ഇല്ലെങ്കിൽ അവർ ഇന്ന് വീടിന് വെളിയിലിറങ്ങുന്ന ഓരോ പുരുഷനെ നോക്കിയും പറഞ്ഞേനെ, മകനെ ഇല വന്ന് മുള്ളയിൽ വീണാലും മുള്ളു വന്ന് ഇലയിൽ വീണാലും കേടി മരത്തിനാണെന്ന്. പ്രത്യേകിച്ച് അല്പം സൗന്ദര്യം, പണം, പദവി, പ്രശസ്തി ഒക്കെയുള്ള ആണുങ്ങളെ നോക്കി. സത്യം മാത്രം ജയിക്കുമെന്ന് കരുതട്ടെ. അഡ്വക്കേറ്റ് ദീപ ജോസഫ്. സുപ്രീം കോടതി അഭിഭാഷകയാണ് അഡ്വക്കേറ്റ് ദീപ ജോസഫ്. അവരുടെ ഈ കുറിപ്പിൽ നമുക്ക് അഭിപ്രായ പ്രകടനങ്ങൾ ഒന്നുമില്ല. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.